ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഏത്തയ്ക്ക വറുത്തത് അല്ലെങ്കിൽ പ്ലാന്റെയിൻ ചിപ്സ് നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സ്നാക്കാണ്. അത് വളരെ ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല വിളഞ്ഞ ഏത്തയ്ക്ക ഉപയോഗിച്ച് ചിപ്സ് തയ്യാറാക്കിയാൽ നല്ല നിറവും രുചിയും കിട്ടും. ഈ ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടി 3 വിളഞ്ഞ ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഉപ്പിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വാമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണം. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ ഒരു 75% ഉപ്പ് ഡിസോൾവ് ചെയ്യും, ബാക്കി ഉപ്പ് അതിൻ്റെ അടിയിൽ കിടക്കും. അതാണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഉപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഏത്തയ്ക്ക വറുക്കുന്ന സമയത്ത് അതിനകത്ത് ഉപ്പ് ഒഴിച്ച് മിനിമം വോളിയം ഉപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനാണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. പഴയ കാലത്ത് ചിപ്സ് വറുക്കാൻ വേണ്ടി ഏത്തയ്ക്ക കൈകൊണ്ടാണ് അരിഞ്ഞിരുന്നത്. ഇവിടെ മാൻഡലിനാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഒരേ തിക്നെസ്സിൽ നമുക്ക് ഏത്തയ്ക്ക അരിഞ്ഞ് കിട്ടും. അത് ഒരേപോലെ ഫ്രൈ ആയിട്ട് വരാനും അത് വളരെ സഹായിക്കും. ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി കായ പൊളിച്ചെടുക്കുകയാണ്. അതിന് കായയുടെ 2 വശവും കുറച്ച് മുറിച്ച് കളയുക. നടുഭാഗത്തോടുകൂടി ഒന്ന് കട്ട് ചെയ്യുക. അതിന് ശേഷം കത്തിയുടെ അറ്റം കൊണ്ട് തോടൊന്ന് ഇളക്കുക. ഇനി നമുക്കിതിനെ കൈകൊണ്ട് പൊളിച്ചെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ കായിൽ മുറിവ് വരാതെ നോക്കുക. മൂന്ന് കായയും പൊളിച്ചു കഴിഞ്ഞു. ഇനി അതൊരു അടപ്പിട്ടിട്ട് അടച്ചു വയ്ക്കണം. കാരണം ഇത് ഓക്സിഡേഷൻ നടന്നിട്ട് കായയുടെ മുകൾ ഭാഗത്തൊരു കറുപ്പ് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കായ പൊളിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കായയുടെ കറ പറ്റി കറുത്തു. അത് കളയാൻ ഏറ്റവും നല്ല ഒരു വിദ്യയാണ് ഒരല്പം നാരങ്ങാനീര് പുരട്ടുന്നത്. അത് ഞാൻ കയ്യിലിട്ടു. കൈ നല്ല ക്ലീനായി. പാനിൽ ഏത്തയ്ക്ക മുങ്ങിക്കിടന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടി ഞാനൊരു പീസ് ഇട്ട് കൊടുക്കുകയാണ്. അത് വളരെ ക്വിക്കായിട്ട് അടിയിൽ പോയിട്ട് മുകളിലേക്ക് പൊങ്ങി വന്ന് ബോയിൽ ചെയ്യുന്നത് കണ്ടാൽ അത് എണ്ണ ചൂടായെന്നാണ് അതിൻ്റെ അർത്ഥം. എണ്ണ ചൂടായി. വളരെ ക്വിക്കായിട്ട് ഞാൻ ഏത്തയ്ക്ക അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഒരല്പം ഞാൻ ഈ പാനൊന്നെടുത്ത് ചുറ്റി കൊടുക്കുകയാണ്. മാൻഡലിൻ കൊണ്ട് അരിയുന്നതുകൊണ്ട് ഓരോ പീസും എണ്ണയിൽ ഡയറക്റ്റായിട്ട് വീഴും. അതുകൊണ്ട് തമ്മിൽ അത് ഒട്ടിപ്പിടിക്കില്ല. ഇപ്പം ഓരോ കായും ഇങ്ങനെ പൊള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇത്ര എണ്ണയിൽ സാമാന്യം വലിപ്പമുള്ള ഒരു കാ നമുക്കിടാം. 1.5 കാ വരെയൊക്കെ ഇടാം. ഒരു കായ ഇടുന്നതായിരിക്കും അത് വളരെ കംഫർട്ടബിളായിട്ട് ഫ്രൈ ആയിട്ട് വരാൻ സ്പേസ് കിട്ടുന്നത്. കായ ഫ്രൈ ആയോ ഇല്ലയോ എന്ന് അറിയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് കുറച്ച് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ബ്രൗൺ കളറാവും. അത്രയും നേരം വെയിറ്റ് ചെയ്യരുത്. ഫ്രൈ ആയില്ലെങ്കിൽ അത് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. അതിന് രണ്ടിനും ഇടയിലുള്ള മീഡിയം ആയിട്ടുള്ള പരുവം നമ്മൾ തന്നെത്താൻ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്. 1-2 ചിപ്സ് എണ്ണയിൽ നിന്ന് വെളിയിലെടുത്തിട്ടൊന്ന് കൈകൊണ്ട് മുറിച്ച് നോക്കിയാലും മനസ്സിലാകും അത് ഫ്രൈ ആയോ ഇല്ലയോ എന്ന്. ഫ്രൈ ആകുന്ന സമയം വളരെ ക്രിട്ടിക്കലാണ്. ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബ്രൗൺ കളറിലേക്ക് പോകും.
ഇളക്കുമ്പോൾ അല്പം കിലുകില എന്നുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു പകുതി മൂപ്പാകുമ്പോഴാണ് ഉപ്പൊഴിക്കേണ്ടത്. തീ കുറച്ച് വെച്ചിട്ടാണ് ഉപ്പൊഴിക്കേണ്ടത്. കാരണം ഉപ്പിനകത്തുള്ള വെള്ളം എണ്ണയ്ക്കകത്ത് വീഴുമ്പം അത് കൂടുതൽ ശബ്ദം ഉണ്ടാക്കും. ഒരു ടീസ്പൂൺ ഉപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കുകയാണ്. തീ പഴയ സ്ഥിതിയിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ. കായമൂത്തു ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. പ്രവാസികളായിട്ടുള്ള മലയാളികൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കയ്യിൽ കരുതുന്ന ഒരു സ്നാക്കാണ് ഏത്തയ്ക്ക വറുത്തത്. നാട്ടിലെ വഴിയോരങ്ങളിലും ബേക്കറികളിലും ഇത് ധാരാളം അവൈലബിളാണ്. അതൊരിക്കലും ഇത്രയും ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും തോന്നിയിട്ടില്ല. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണിത്. നിങ്ങളിത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. കമൻ്റ് എഴുതാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching this video.